ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മലയാളം സെക്കൻഡിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സാം പേപ്പർ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഏതൊക്കെ ശരിയായിട്ടുണ്ടെന്ന് ഞാൻ ഏതൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. അങ്ങനെ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ ഇതായിരുന്നു. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനായിരുന്നു. ശരി ഹൃദയമേ നിനക്ക് നന്ദിമോ എന്നറിയാൻ തന്നതിൽ കൃതജ്ഞനാണ് ഞാൻ, ഒപ്പം മിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറിയുടെ ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു, ഭാഗ്യമുള്ളവന്. അപ്പോൾ ഓപ്ഷൻസൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവൻ, ദയയുള്ളവൻ, ഭാഗ്യമുള്ളവൻ, നന്ദിയുള്ളവൻ. അപ്പം ഞാൻ എഴുതിയത് സി, ഭാഗ്യമുള്ളവനായിരുന്നു. ഞാൻ ചാറ്റ്ജിപിടിനോട് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ ആൻസർ കറക്റ്റായിരുന്നു, ഓപ്ഷൻ സി തന്നെയായിരുന്നു ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും ഞാൻ പറഞ്ഞേക്കാം പ്രതീക്ഷയുടെ കിരണങ്ങൾ, സന്ദർശത്തിലെ രോഗിയോടുള്ള അവസ്ഥയുമായി യോജിക്കാത്തത് എന്തെന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ദാരിദ്ര്യം, ഓപ്ഷൻ ബി നിസ്സഹായത, ഓപ്ഷൻ സി സ്മൃതി, ഓപ്ഷൻ ഡി അനാരോഗ്യം. അപ്പം ഞാൻ എഴുതിയത് ഓപ്ഷൻ ഡി ആയിരുന്നു, അനാരോഗ്യമായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതന്നെയായിരുന്നു കറക്റ്റ്. എന്നാൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീട്ടുകാർ കേൾക്കാത്ത ദൂരത്തായപ്പോൾ പയ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ എനിക്കിങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കാൻ വലിയ മടിയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഓപ്ഷൻസിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അന്ന വിചാരം മുന്ന വിചാരം എന്നായിരുന്നു. അപ്പോൾ അതും കറക്റ്റായിരുന്നു. 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് 2ഉം 4ഉം ശരിയെന്നായിരുന്നു, ഓപ്ഷൻ എ ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. 5 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ 2ഓ 3ഓ വ്യക്തിത്തിലെ ഉത്തരം എഴുതുക എന്നായിരുന്നു. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ മോൻ മദ്യത്തിനും പുകവലിയുടെ ചിത്രങ്ങളിലും പരസ്യങ്ങളും ചേർന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു. ആ ഒരു സ്നേഹപൂർവ്വം അമ്മ എന്ന ക്വസ്റ്റ്യനിൽ ആൻസർ വിരുദ്ധ സന്ദേശം തയ്യാറാക്കുകയായിരുന്നു. അത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. അതിൽ 2എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഞാൻ ഓപ്ഷൻ ബി എഴുതിയിട്ടില്ല. 7ാമത്തെ ക്വസ്റ്റ്യന് ഒരു ബോധം കൂടലിനെ കുറിച്ചിട്ടായിരുന്നു. പിന്നെ അതിൽ അഭിപ്രായം സമർപ്പിക്കുകയായിരുന്നു. ഇതൊക്കെ എനിക്ക് ആൻസർ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ, നമുക്കറിയുന്ന പോലെയല്ലേ എഴുതാൻ. 8ാമത്തെ ക്വസ്റ്റ്യന് സുഹൃത്തിന് ഒരു കത്ത് എഴുതുകയായിരുന്നു. നമ്മുടെ എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു, എനിക്ക് സിമ്പിളായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യണേ. 10ാമത്തെ ക്വസ്റ്റ്യന് കവി ഹൃദയത്തെ സുഹൃത്തായി കരുതിയതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് ഒന്ന് എഴുതാനായിരുന്നു. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, ശരിയാവുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. 10ാമത്തേത് എന്ന് പറഞ്ഞാൽ വിമർശിക്കുകയായിരുന്നു, വ്യക്തമാക്കുന്നത് വിമർശിക്കുക. 11A എന്ന് പറയുന്നത് കാർട്ടൂണിൻ്റെ വിശകലനം ചെയ്തിട്ട് ജാഗ്രത എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കലായിരുന്നു. അത്യാവശ്യം 2 പേപ്പേഴ്സൊക്കെ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഇടാം കേട്ടോ ചാനലിൽ. പിന്നെ ബി എന്ന് പറയുന്നത് സമ്പൂർണ്ണ വിജയമാണ്, കുറിപ്പ് തയ്യാറാക്കലായിരുന്നു. കുറേ കുറിപ്പ് തയ്യാറാക്കലിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 12ാമത്തെ ചോദ്യം പ്രഭാഷണം തയ്യാറാക്കലായിരുന്നു. 12A ബി എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് ആരോഗ്യത്തിന് വില്ലനാകുന്നതിൻ്റെ ഉപന്യാസം തയ്യാറാക്കൽ.